അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ ഓരോ ദിവസം എന്നോണം നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. നിലവിലത്തെ അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഏറെക്കുറെ നിശ്ചയിക്കപ്പെടുകയും ചെയ്തിരുന്ന ജോ ബൈഡൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു എന്നുള്ള വാർത്തയാണത്. അപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ കേവലം 3.5 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയൊരു തീരുമാനമുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം ചോദ്യങ്ങൾ മുന്നോട്ട് വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ജോ ബൈഡൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുന്നത്? ഏറെക്കുറെ എല്ലാ ആളുകൾക്കും അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന രണ്ടാമത്തെ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു കഴിയുമ്പോൾ ആരാകും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പുതിയ സ്ഥാനാർത്ഥി? അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥി പിന്മാറിക്കഴിഞ്ഞാൽ പാർട്ടിയും പാർട്ടി നേതാക്കളും കൂടി ചേർന്നുകൊണ്ട് പുതിയൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ ഒരു പ്രസിഡന്റ് ക്യാൻഡിഡേറ്റിന്, ഒരു പാർട്ടിയുടെ ക്യാൻഡിഡേറ്റിനെ തന്നെ തിരഞ്ഞെടുക്കുന്നത് ആ പാർട്ടിയുടെ പ്രവർത്തകർ വോട്ട് ചെയ്താണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ബൃഹത്തായിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു പ്രോസസ്സ് എന്താണ്? സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് നിലവിലത്തെ പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നത്? അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള പല ചോദ്യങ്ങൾ കുറേ കാലമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് 82 വയസ്സാവാൻ പോവുകയാണ്. ഇനിയും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടൊരു പ്രസിഡൻ്റായി മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന് 86 വയസ്സാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ആളുകൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ സംശയങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും വ്യക്തമായിട്ടുള്ള പിന്തുണ കിട്ടുകയും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് മാത്രം ബാക്കി നിൽക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ജൂൺ മാസം 27-ാം തീയതി ജോ ബൈഡനും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇടയിൽ ഒരു പ്രസിഡൻഷ്യൽ ഡിബേറ്റ് നടക്കുകയാണ്. പക്ഷേ ഈ ഡിബേറ്റിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ പരിതാപകരമായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലായി പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങുകയും അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ റേറ്റിങ്ങിന് വലിയൊരു ഇടിവുണ്ടാവുകയും ട്രംപിൻ്റെ വിജയസാധ്യത ഏറെക്കുറെ വർദ്ധിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സാധാരണ മെമ്പേഴ്സിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരുടെ ഇടയിൽ നിന്നും ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സിൽ നിന്നും അതുപോലെ അമേരിക്കയിലെ പല സെലിബ്രിറ്റികളുടെ അടുത്ത് നിന്നും ജോ ബൈഡൻ ഇലക്ഷനിൽ നിന്ന് പിന്മാറണം എന്നുള്ളൊരു വലിയ ആവശ്യം മുന്നോട്ട് വരികയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. ജൂലൈ മാസം 13-ാം തീയതി ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമം ഉണ്ടാവുകയും അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. അപ്പോൾ ഈ വാർത്ത കൂടി പുറത്തു വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപിന് വലിയ രീതിയിലുള്ള പിന്തുണ അമേരിക്കകത്തു നിന്നും പുറത്തു നിന്നും കിട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു നിന്നിരുന്ന സ്വരങ്ങളെല്ലാം താഴ്ന്നു പോവുകയും അദ്ദേഹത്തിന് സമ്പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ കിട്ടുകയും ചെയ്യുന്നു. സോ ഈ സമയത്തൊരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ട്രംപിന് കൃത്യമായ വിജയം ഉണ്ടാവുമെന്ന് ഏറെക്കുറെ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ജോ ബൈഡൻ്റെ സ്ഥിതി വളരെ പരിങ്ങലിലാവുകയാണ്. ആ ഒരു സമയത്താണ് കൂനുമേൽ കുരു എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിക്കുകയും അദ്ദേഹം ഐസൊലേഷനിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇതോടൊപ്പം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പല ഉയർന്ന നേതാക്കന്മാരും ഈ ജോ ബൈഡൻ്റെ സ്ഥാനാർത്ഥിത്വം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിനാണ് ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡേറ്റ് ഡിലേ ചെയ്യണമെന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെക്കുകയാണ്. ഇങ്ങനെ പല ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രഷർ ജോ ബൈഡൻ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഒടുവിൽ അദ്ദേഹം തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോ ബൈഡൻ പിന്മാറി കഴിയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആര് മത്സരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും പുതിയ സ്ഥാനാർത്ഥി? അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അത്ര സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഓരോ പാർട്ടികളും എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ 2 പ്രധാനപ്പെട്ട പാർട്ടികളാണ് അമേരിക്കയിലുള്ളത്, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. ഇതിനകത്ത് 2 പാർട്ടികളുടെ ഇടയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഏറെക്കുറെ കോമൺ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അവർ പിന്തുടരുന്നത് എന്ന് കാണാം. അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാർട്ടിയിലെ ഓരോ പ്രവർത്തകരും ചേർന്നിട്ടാണ് ആരാണ് സ്ഥാനാർത്ഥിയാവേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പാർട്ടിയിലും പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നത് കാണാം. ഇപ്പോൾ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നോക്കുകയാണെങ്കിൽ ജോ ബൈഡനെ കൂടാതെ 3 പേരും കൂടെ കാൻഡിഡേറ്റ്സ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഒരു കോമൺ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പാർട്ടികളുടെ എല്ലാം ഉള്ളിൽ മറ്റൊരു തിരഞ്ഞെടുപ്പ് ആദ്യം തന്നെ നടക്കും. ഇതിനെയാണ് പ്രൈമറീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൈമറീസ് US മൊത്തത്തിൽ ഒന്നായിട്ടല്ല നടക്കുന്നത്, ഓരോ സ്റ്റേറ്റുകൾക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൈമറീസ് ആണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം.
പക്ഷേ ഇവിടെ 2 തരത്തിലുള്ള വോട്ടെടുപ്പുകൾ നടക്കാറുണ്ട്. ഇതിൽ ഒന്നാമത്തേതിനെയാണ് പ്രൈമറി എന്ന് പറയുന്നത്, രണ്ടാമത്തേതിനെ കോക്കസ് എന്നാണ് പറയുന്നത്. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയിലെ പ്രവർത്തകരെല്ലാം ഒരു ബാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് കൃത്യമായി വോട്ട് എണ്ണിയിട്ട് വിജയിയെ തീരുമാനിക്കുന്നതിനാണ് പ്രൈമറി എന്ന് പറയുന്നത്. കോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഓരോ കാൻഡിഡേറ്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഗ്രൂപ്പുകളായി മാറി നിൽക്കുകയും ആ ഗ്രൂപ്പുകളുടെ ഹെഡ് കൗണ്ട് നടത്തി ആർക്കാണ് കൂടുതൽ സപ്പോർട്ട് എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതിനാണ്. ആ വോട്ടെടുപ്പ് രീതിയിൽ ചെറിയ മാറ്റമുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ ഓരോ അമേരിക്കൻ സ്റ്റേറ്റുകളിലും കൃത്യമായിട്ടുള്ള വോട്ടെടുപ്പ് നടത്തുകയും ഓരോ സ്ഥാനാർത്ഥിക്കും ആ പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥികളായിട്ട് മുന്നോട്ട് വരുന്ന ഓരോ ആളുകൾക്കും എത്ര വോട്ടുകളാണ് കിട്ടിയത് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രോസസ്സ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത നടപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ പാർട്ടിക്കും, ഇപ്പോൾ നമ്മൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോ അമേരിക്കൻ സ്റ്റേറ്റിലും ഇത്ര നമ്പർ ഓഫ് ഡെലഗേറ്റ്സിനെ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു വോട്ടെടുപ്പ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സ്ഥാനാർത്ഥിക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത്, ഈ ഡെലഗേറ്റ്സ് എല്ലാം ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്ലഡ്ജ് ചെയ്യുകയാണ്, അവരുടെ വോട്ട് പ്ലഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആണെന്ന് തോന്നുമെങ്കിലും അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ ഈ വർഷം നടന്നിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രൈമറീസിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ് ടെക്സാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സാസ് സ്റ്റേറ്റിൽ വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ 83% വോട്ടും ജോ ബൈഡനാണ് ലഭിച്ചത് എന്ന് കാണാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 224 ഡെലിഗേറ്റ്സിൻ്റെയും സപ്പോർട്ട് ജോ ബൈഡന് കിട്ടുകയാണ്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും ഇത്ര നമ്പർ ഓഫ് ഡെലിഗേറ്റ്സിനെ കൊടുത്തിട്ടുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ട്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഡെലിഗേറ്റ്സിനെ കൊടുക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു നാഷണൽ കൺവെൻഷൻ നടക്കും. ഈ വർഷം ഓഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് ഈ നാഷണൽ കൺവെൻഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ നാഷണൽ കൺവെൻഷനിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡെലിഗേറ്റ്സ് വരികയും അവർ ആർക്കാണോ അവരുടെ വോട്ട് പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചൊരു വോട്ടിംഗ് നടക്കുകയും ചെയ്യും. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നോക്കുകയാണെങ്കിൽ മൊത്തം 3940 ഡെലിഗേറ്റ്സ് ആണ് ഈ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുമായിട്ടുമുള്ളത്. അതിനകത്ത് 1975 ഡെലിഗേറ്റ്സിൻ്റെ സപ്പോർട്ട് ഏത് കാൻഡിഡേറ്റിന് കിട്ടുന്നോ അയാളാണ് പാർട്ടിയുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് മാറുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നാഷണൽ കൺവെൻഷനും അതിനകത്തെ വോട്ടെടുപ്പ് എന്നൊക്കെ പറയുന്നത് വെറും ഒരു ഫോർമാലിറ്റി മാത്രമായിട്ട് ഭൂരിഭാഗം സമയങ്ങളിൽ മാറുന്നുണ്ട്. കാരണം ഈ ഓരോ സംസ്ഥാനങ്ങളിലെയും ഡെലിഗേറ്റ്സ് ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാം. കാരണം അവർ പ്ലഡ്ജ് ചെയ്ത സ്ഥാനാർത്ഥിക്ക് മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏത് സ്ഥാനാർത്ഥിക്കാണ് 1975 കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു വോട്ടെടുപ്പ് നടത്തി ഒഫീഷ്യലായിട്ട് ആ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ നാഷണൽ കൺവെൻഷനിൽ നടക്കുന്നത്. അപ്പോൾ ഈ വർഷം നടന്നിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറീസ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3940 ഡെലിഗേറ്റുകളിൽ 3905 പേരുടെ സപ്പോർട്ട് ജോ ബൈഡനായിരുന്നു. കാരണം ആ സംസ്ഥാനങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അദ്ദേഹത്തിനായിരുന്നു എന്ന് കാണാം. അതുകൊണ്ടാണ് ജോ ബൈഡൻ സ്ഥാനാർത്ഥിയാവുമെന്ന് എല്ലാവരും 100% ഉറപ്പിച്ച് പറയുകയും അദ്ദേഹം ഈ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം നടന്ന് ഈ നാഷണൽ കൺവെൻഷൻ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ജോ ബൈഡൻ തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക മാത്രമല്ല ചെയ്തത്, തൻ്റെ റണ്ണിംഗ് മേറ്റ്, അതായത് വൈസ് പ്രസിഡൻറ്റ് കാൻഡിഡേറ്റ് ആയിട്ടുള്ള കമല ഹാരിസിനെ അടുത്ത പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് എൻഡോസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ പിൻവലിക്കൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരുടെയും സംശയങ്ങൾ മുന്നോട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അടുത്ത ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി? അത് കമല ഹാരിസ് ആയിരിക്കുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കുമോ? എങ്ങനെയാണ് അടുത്ത സ്ഥാനാർത്ഥിയെ ഇവിടെ തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ ഇവിടെ എക്സ്പേർട്സിൻ്റെ അഭിപ്രായം നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഓപ്ഷൻസ് ആണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാം. അതിൽ ഒന്നാമത്തേതും അതുപോലെ തന്നെ നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മിനി പ്രൈമറീസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് കാൻഡിഡേറ്റ്സ് മുന്നോട്ട് വരും, ഓരോ സ്റ്റേറ്റിലും പാർട്ടി പ്രവർത്തകർ വോട്ട് ചെയ്യും, ഡെലിഗേറ്റ്സിനെ തിരഞ്ഞെടുക്കും. ആ ഒരു പ്രോസസ്സ് എല്ലാം ഒരിക്കൽ കൂടി നടത്തുക എന്നുള്ളതാണ് ഈ മിനി പ്രൈമറി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട് സമയവും ഒരുപാട് പണവും ഇതിൻ്റെ പേരിൽ ചിലവാകും. മാത്രമല്ല ഈ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഒരുപാട് വൈകുകയും അത് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വലിയൊരു തിരിച്ചടി കൊടുക്കാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രൈമറി നടത്തി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു വയബിൾ ഓപ്ഷൻ അല്ല എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു വിർച്വൽ പോളിംഗ് നടത്തുക എന്നുള്ളതാണ്. അതായത് ഈ ഓഗസ്റ്റ് 19-ാം തീയതി നാഷണൽ കൺവെൻഷൻ നടക്കുന്നതിന് കുറച്ച് കാലം മുന്നേ ആയിട്ട് എല്ലാ ഡെലിഗേറ്റ്സിൻ്റെയും ഇടയിൽ ഒരു വിർച്വൽ പോളിംഗ് നടത്തി ആർക്കെങ്കിലും ഈ 1975 ഡെലിഗേറ്റ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടോ എന്ന് നേരത്തെ തന്നെ അറിഞ്ഞ് ഈ നാഷണൽ കൺവെൻഷനിലെ ഒരു എലക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പാർട്ടി ശ്രമിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ നടക്കാൻ ഏറ്റവും സാധ്യതയുള്ള കാര്യമായിട്ട് പലരും അഭിപ്രായപ്പെടുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഓഗസ്റ്റ് മാസം 19-ാം തീയതി ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നാഷണൽ
നാഷണൽ കൺവെൻഷൻ നടക്കും. ഈ നാഷണൽ കൺവെൻഷനിൽ ഇത്രയും കാലവും പേരിനു വേണ്ടി മാത്രം നടത്തിയിരുന്ന ആ ഒരു വോട്ടിങ് വളരെ കാര്യമായിട്ട് തന്നെ നടത്തപ്പെടും. അപ്പോൾ ഈ ഒരു വോട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കാൻഡിഡേറ്റ്സിനെ അപ്പോഴാണ് തീരുമാനിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ ഏതെങ്കിലും 300 ഡെലിഗേറ്റ്സിൻ്റെ എങ്കിലും പിന്തുണയുള്ള ആളുകൾക്ക് കാൻഡിഡേറ്റ്സ് ആയിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആളുകൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3940 ഡെലിഗേറ്റ്സും ഈ ഓരോ കാൻഡിഡേറ്റ്സിനും വേണ്ടി വോട്ട് ചെയ്യും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറീസ് നടത്തിയിട്ടാണ് നാഷണൽ കൺവെൻഷൻ നടക്കുന്നതെങ്കിൽ ഈ ഓരോ ഡെലിഗേറ്റും അവർ നേരത്തെ പ്ലെഡ്ജ് ചെയ്ത സ്ഥാനാർത്ഥിക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ജോ ബൈഡൻ പിന്മാറിയതുകൊണ്ടും പുതിയ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വരുന്നതുകൊണ്ടും ഈ ഡെലിഗേറ്റ്സിന് കൃത്യമായി ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ തന്നെ ജോ ബൈഡന് വേണ്ടിയിട്ട് പ്ലെഡ്ജ് ചെയ്തിരുന്ന 3905 ഡെലിഗേറ്റ്സിന് അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാം. ജോ ബൈഡൻ ഓൾറെഡി കമലാ ഹാരിസിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് കമലാ ഹാരിസിന് വോട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഒരു മത്സരം തന്നെ ഈ നാഷണൽ കൺവെൻഷൻ്റെ ഭാഗമായിട്ട് നടക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റൗണ്ട് വോട്ടെടുപ്പ് നടക്കും. ഡെലിഗേറ്റ്സിൻ്റെ ഇടയിൽ വോട്ടെടുപ്പ് നടക്കും. ആർക്കെങ്കിലും 1975 ഡെലിഗേറ്റ്സിൻ്റെ പിന്തുണ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കും. ഇനി അങ്ങനെ ഒരു മജോറിറ്റി കിട്ടിയിട്ടില്ല എങ്കിൽ സൂപ്പർ ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾ കൂടി ഇവിടെ വോട്ട് ചെയ്യും. അതായത് ഡെലിഗേറ്റ്സിന് പുറമെ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അമേരിക്കൻ കോൺഗ്രസ്സിലുള്ള ഓൾറെഡി ഉള്ള നേതാക്കന്മാർ, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തെയും ഗവർണർമാർ, അതുപോലെ ഇവിടുത്തെ മുൻ പ്രസിഡന്റുമാർ, മുൻ വൈസ് പ്രസിഡന്റുമാർ, ഇങ്ങനെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ വോട്ട് ചെയ്യുന്നതിനാണ് സൂപ്പർ ഡെലിഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ടിന് ശേഷം ആർക്കെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ ആർക്കെങ്കിലും ഭൂരിപക്ഷം കിട്ടുന്നത് വരെ ഇലക്ഷൻസ് വീണ്ടും 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 റൗണ്ടുകളായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അവസാനം ഒരു കാൻഡിഡേറ്റിന് ഭൂരിപക്ഷം കിട്ടി അയാളെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും ബൃഹത്തും കോംപ്ലക്സുമായിട്ടുള്ള ഒരു പ്രോസസ്സ് പുതിയ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്നതിനും പ്രഖ്യാപിക്കുന്നതിനും പിന്നിലുള്ളതുകൊണ്ട് കമലാ ഹാരിസ് തന്നെ അടുത്ത പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആകുമെന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ കേൾക്കാത്ത പേരുകളൊക്കെ ഉയർന്നു വരാനും സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പുതിയ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അത് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ ഫണ്ടിങ് എങ്ങനെയായിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകൾ അമേരിക്കയിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഓൾറെഡി ജോ ബൈഡനും കമലാ ഹാരിസുമാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിൽ അവരുടെ ഫണ്ടിങ് ക്യാമ്പയിനുകളെല്ലാം കൃത്യമായിട്ട് നടക്കുകയും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അവർ കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫണ്ട് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ ജോ ബൈഡനോ അല്ലെങ്കിൽ കമലാ ഹാരിസിനോ മാത്രമാണ്. അപ്പോൾ കമലാ ഹാരിസിനെ അടുത്ത കാൻഡിഡേറ്റ് ആയിട്ട് ഈ പാർട്ടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഫണ്ടിനെ കൃത്യമായിട്ട് ആക്സസ് ചെയ്യാൻ അവർക്ക് സാധിക്കും. എന്നാൽ കമലാ ഹാരിസ് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ഡെമോക്രാറ്റിക് പാർട്ടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ കാൻഡിഡേറ്റിന് ഈ ഫണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഫണ്ടെല്ലാം ഡോണേഴ്സിന് തിരിച്ചു കൊടുത്തിട്ട് അവർക്ക് റീഡൊണേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വലിയ പ്രോസസ്സിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ ഈ ഡെമോക്രാറ്റിക് പാർട്ടി തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് വേണ്ടി പോയിട്ട് ഈ ഫണ്ട് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു ഇഷ്യൂ മറ്റൊരു കാൻഡിഡേറ്റ് കമലാ ഹാരിസ് അല്ലാതെ മറ്റൊരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇതും ഈ പുതിയ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പിനെ കുറച്ച് കോംപ്ലക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പുതിയ കാൻഡിഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്പേർട്സ് മുന്നോട്ട് വെക്കുന്ന അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമലാ ഹാരിസിന് ഒരു വലിയ ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒന്നാമത്തേത്, ജോ ബൈഡൻ അവരെ എൻഡോസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ജോ ബൈഡനോട് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന 3905 ഡെലിഗേറ്റ്സിലും ഭൂരിഭാഗം ആളുകളും കമലാ ഹാരിസിന് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല പാർട്ടിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയും കമലാ ഹാരിസ് കാൻഡിഡേറ്റായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഈ കമലാ ഹാരിസ് അവരുടെ ഫണ്ടിങ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉള്ളതുകൊണ്ട് പാർട്ടിയും അവരെ തന്നെ സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത എന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും കമലാ ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുന്ന ഉറപ്പിച്ച് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ള കാര്യം ഇന്നത്തെ ഈ വീഡിയോയുടെ എക്സ്പ്ലനേഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വിജ്ഞാനപ്രദമായ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.